ഹായ് ഹലോ, മറ്റൊരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, ബിക്കോസ് സെയിം കണ്ടന്റ് ആണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ തന്നെ ഞാൻ ക്ലാസിഫിക്കേഷൻ ഒന്ന് റിവൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഒരു ചാപ്റ്റർ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. എവിടെയൊക്കെയോ മറന്നുപോയൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിൽ എഴുതി വെച്ച ചെറിയ ചെറിയ നോട്ട്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ വേഗം വേഗം മറന്നു പോകാറുണ്ടായിരുന്നു. ഇനോർഗാനിക് ആയതുകൊണ്ട് തന്നെ NCERT മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം NCERT തന്നെ ഉണ്ട് എല്ലാം. എനിക്ക് ഏറ്റവും കൂടുതൽ തെറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ വാല്യൂസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോണിക് എൻതാൽപ്പിൻ്റെ വാല്യൂസ്. പിന്നെ മെയിൻ ഈ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഇലക്ട്രോണിക് എൻതാൽപ്പി, അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇലക്ട്രോനെഗറ്റിവിറ്റി, ഇതൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓപ്ഷൻ തന്നിട്ട് എഴുതുന്നത്, ഇതൊക്കെ എനിക്ക് എപ്പോഴും തെറ്റുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ടേബിൾസ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ മെയിൻലി ഈ ഒരു ഗ്രാഫ്, നമ്മുടെ അറ്റോമിക് റേഡിയസിൻ്റെ ഗ്രാഫും അക്രോസ് ദ പീരീഡ് ആൻഡ് എലോങ് ദി ഗ്രൂപ്പ്, അത് റിവൈസ് ചെയ്ത് അതിനുശേഷം പിന്നെ അയണൈസേഷൻ എൻതാൽപ്പി നോക്കി. അതും അക്രോസ് ദി പീരീഡും എലോങ് ദി ഗ്രൂപ്പുമാണ് ഞാൻ നോക്കിയത്. ഞാനല്ല, നിങ്ങളെല്ലാവരും നോക്കിയിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ഒരു 2 കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ബ്രില്യൻറ്റിലെ BTSനെ കുറിച്ച്. അതായത് BTSന് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് കിട്ടുമോ ആപ്പിൽ എന്നാണ് ചോദിച്ചത്. ഞാനത് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ആ ഒരു കമൻറ്റ് ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. അത് അടിയിലോട്ട് പോയി തോന്നും. അപ്പോൾ അവർ കാണുന്നുണ്ടെങ്കിൽ പറയാണ്, BTS ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കിട്ടില്ല, എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. ടെസ്റ്റ് സീരീസ് ആണല്ലോ എക്സാം. അപ്പോൾ ആ സീരീസ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. ഞാൻ ക്ലാസ് ടീച്ചറോട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് കുറച്ച് കമൻറ്റുകളാണ്. കുറച്ച് കമൻറ്റുകളെ പറ്റിയാണ്. അതായത് ഒരിക്കലും അത് നെഗറ്റീവ് കമൻ്റ് അല്ല എന്നുള്ളത് എനിക്കറിയാം. അതൊരു കൺസേൺഡ് ആയിട്ട് പറയുന്നതാണെന്നുള്ളത് ഐ നോ ദാറ്റ്. അതായത് എന്തിനാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഇതിലിങ്ങനെ ഫോക്കസ് ചെയ്യാതെ പഠിക്കാൻ നോക്ക്. എനിക്കറിയാം അവരെന്നെ റിയാലിറ്റി മനസ്സിലാക്കി പിച്ച് തരുന്നതാണെന്നുള്ളത് എനിക്കറിയാം. സോഷ്യൽ മീഡിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പഠിക്കാൻ നോക്കുക എന്ന് പറയുന്ന റീസണൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഞാനത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് റിപ്ലൈ കൊടുത്തിട്ട്. അത് അവർ കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അതായത് ഞാൻ ഈ വ്ളോഗ്സ് എടുക്കുന്നത് തന്നെ സൺഡേ മാത്രമാണ്. അപ്പോൾ ഞാൻ ഫോണ് കൈകൊണ്ട് തൊടാറില്ല എന്നൊന്നും എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് എന്തായാലും ഫോൺ ആവശ്യം വരും. നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് നോക്കാനായിക്കോട്ടെ, എക്സാം എഴുതാൻ, ഇതിനൊക്കെ നമുക്ക് മൊബൈൽ ഫോൺ ആവശ്യമാണ്, മറ്റു കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ ഞാൻ അൺവാണ്ടഡ് ആയിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുക. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, അതുകൊണ്ട് റീൽസ് ഞാൻ സ്ക്രോൾ ചെയ്യാറില്ല. വെറുതെ ഇങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ എനിക്കില്ല. അത് ഞാൻ വളരെ ബുദ്ധിമുട്ടി അത് നിർത്തിയതാണ്. അതായത് മൺഡേ ടു സാറ്റർഡേ ഞാനങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും സ്ക്രോൾ ചെയ്യില്ല. അത് ഞാൻ തന്നെ ഒരു ചലഞ്ച് പോലെ എടുത്തിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ സൺഡേ മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ആക്ടിവിറ്റി ഞാൻ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നീറ്റ് എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൺഡേ മാത്രം ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എനിക്ക് തന്നെ ഒരു റിവാർഡ് പോലെ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് വേണ്ടി കൺസേൺഡ് ആയിട്ട് സംസാരിച്ച എല്ലാ ആൾക്കാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് മോഷൻ ഓഫ് വൺ ഡയമെൻഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക് ബുക്കിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് മോഷൻ ഓഫ് വൺ ഡയമെൻഷൻ എന്ന് പറയുന്നത് നല്ല ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണെന്നാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചാപ്റ്റർ നല്ല ടഫായിട്ടാണ് തോന്നുന്നത്. ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ ഈസിയാണ്. അതായത് ഇതിലെ ക്വസ്റ്റ്യൻസ്, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രോബ്ലംസ് കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും അതേപോലെ തന്നെയാണ്. വേഗത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, കോൺസെപ്റ്റ് അങ്ങനെ മനസ്സിലാവുന്നില്ല. ഇത് ക്ലാസ്സൊക്കെ പ്രോപ്പറായിട്ട് കാണും, ചാപ്റ്റർ മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചാപ്റ്റർ ഈസിയാണ്, പക്ഷെ അതിലുള്ള ക്വസ്റ്റ്യൻസ് നല്ല ടഫായിട്ടാണ് എനിക്ക് തോന്നിയത്, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഉരുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. അങ്ങനെ 1:30 ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ ഇന്ന് ബയോളജി ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഫിസിക്സും അതേപോലെ തന്നെ കെമിസ്ട്രിയാണ്. കാരണം ഫിസിക്സും കെമിസ്ട്രിയും ചെയ്താൽ വലിയൊരു ഭാരം കുറയുന്നത് പോലെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം തന്നെ ബയോളജി ചെയ്യുകയാണെങ്കിൽ
നല്ലതായിരിക്കും. നമുക്ക് ഒത്തിരി ടൈം അതിൽ നിന്ന് നമുക്ക് എന്താണ് ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടഫായിരുന്നു. ഫിസിക്സാണ് എനിക്ക് ഏറ്റവും ടഫായിരുന്നത്. കെമിസ്ട്രിയും ബയോളജിയും നല്ല ഈസി ആയിരുന്നു എനിക്ക്. പിന്നെ നമുക്ക് നീറ്റ് അഡ്വാൻസ് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മറ്റൊരു എക്സാം കൂടിയുണ്ട്. അത് 4:30 മറ്റോ ആണ്. ഇത്തവണ ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ഒന്നും അറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ അതായത് എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് ചെയ്യണം എന്നുള്ളത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഞാൻ NCERT എക്സാമും അതേപോലെ തന്നെ അഡ്വാൻസും എഴുതിയിട്ടില്ല. അപ്പോൾ എനിക്ക് മിസ്സിൻ്റെ അടുത്ത് നല്ല വഴക്ക് കിട്ടി. ഈ ഇത്തവണത്തെ ക്ലാസ് ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. കാരണം നല്ലോണം നമ്മളെ നല്ലോണം പുഷ് ചെയ്യുന്നുണ്ട്. പിന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. വെറും മോട്ടിവേഷൻ മാത്രമല്ല, നമ്മൾ ചെയ്യാത്തതിൻ്റെ എന്തുകൊണ്ട് നമ്മൾ ചെയ്തില്ല അതൊക്കെ എടുത്ത് പറയുന്നു. പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാകാൻ പോകുന്ന നെഗറ്റീവ് സൈഡ്സ് എല്ലാം പറഞ്ഞു. പിന്നെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ മിസ്സിന് വേണ്ടിയെങ്കിലും ചെയ്യുമല്ലോ എന്ന രീതിയിൽ, അങ്ങനെയല്ല നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ചെയ്യുക. പക്ഷേ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വഴക്ക് പറയാനുണ്ടാവുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു മോട്ടിവേഷനാണെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി. പിന്നെ ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഇതിൽ. എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഞാൻ കുറേ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ, എൻ്റെ സ്കിന്ന് വളരെ ഡ്രൈ ആണ്. എൻ്റെ സ്കിന്ന് കണ്ടാൽ ഒരു 100 വയസ്സായ ഒരു അമ്മൂമ്മേൻ്റെ സ്കിന്ന് പോലെ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് നല്ല വയസ്സുണ്ടെന്ന്. എന്നിട്ട് എന്നെക്കാൾ വലിയ ആൾക്കാർ വരെ എൻ്റെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതെൻ്റെ സ്കിന്ന് കണ്ടിട്ടാണോ അതോ എൻ്റെ ഒരു ബോഡി കണ്ടിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ചേച്ചിമാരാണ് കേട്ടോ കൂടുതൽ എന്നെ വിളിക്കുക. അതായത് അവർ പ്രായം കൊണ്ട് ചെറുതാണെന്ന് അറിയിക്കാനുള്ള ഒരു അവരുടെ ഒരു ബുദ്ധിയാണത്. പക്ഷെ അത് നല്ല കൊളാവാറുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ലാഗ് അടിച്ചു എന്നറിയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.